NS200 ഒരു കോളനി വണ്ടിയാണോ? അത് നമ്മൾ തീരുമാനിക്കുന്ന മുമ്പ് ആ വണ്ടി ഇപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ ആ വണ്ടിയെ പറ്റി നോക്കണം. ആ വണ്ടി ഇപ്പോൾ ആരുടെ കയ്യിലിരിക്കുന്നു, ആ വണ്ടി ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, അയാൾ ആ വണ്ടി വെച്ച് എന്തൊക്കെ ചെയ്യുന്നു, ആ 3 കാര്യം വെച്ച് മാത്രമേ ഒരു വണ്ടി കോളനിയാണോ അല്ലെന്ന് പറയത്തുള്ളൂ. ഈ വീഡിയോ ഞാൻ ഇടേണ്ട മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഞാൻ മുമ്പ് ഒരു ഇതിൻ്റെ തേൽച്ചെടി വെച്ച് ഫൈൻ കിട്ടിയ ഒരു വീഡിയോ എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് കമൻസ് ആണ് ഇതേപോലെ കണ്ണാപ്പി കോളനി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ വരാൻ മെയിൻ കാര്യം തന്നെ NS വണ്ടി ആയതുകൊണ്ടാണ്. ഇപ്പോൾ തേൽച്ചെടി ഇതിൽ മാത്രമല്ല ഒരുപാട് വണ്ടിയിലൊക്കെ വെക്കുന്നുണ്ട്. ഇപ്പോൾ വേറെ വണ്ടിയിലൊക്കെ വെച്ച് ഫൈൻ അടിച്ച വീഡിയോ ഇട്ടിരുന്നെങ്കിൽ അതിൽ കൂടുതലൊന്ന് കമൻറ്റ്സ് ചെയ്യും, വീടിനെ കുറ്റം പറഞ്ഞായിരിക്കും, പിടിച്ചു വരിയെന്നൊക്കെ പറഞ്ഞായിരിക്കും. അപ്പോൾ NS ആയതുകൊണ്ട് മാത്രമാണ് കോളനി കണ്ണാപ്പി എന്ന് പറഞ്ഞൊരു കമൻറ്റ് അതിൽ വന്നത്. തേൽച്ചെടി എന്ന് പറഞ്ഞ സംഭവം NSൽ മാത്രമല്ല, വണ്ടി എടുക്കുമ്പോൾ തൊട്ട് എല്ലാം സ്പ്ലെൻഡറിൽ, RCയിൽ, ഡ്യൂക്കിൽ, ഡൊമിനോറിൽ എല്ലാ വണ്ടിയിലും സെറ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് തേൽച്ചെടി. എന്തുകൊണ്ട് ഇതിൻ്റെ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നു? അതിന് കാരണം ആൾക്കാരുടെ മുമ്പിൽ ഇടിച്ചിറങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണ് NS കോളനിയാണെന്നുള്ളത്. ഇതിനെപ്പറ്റി മുമ്പ് അരുൺ സ്മോക്കി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ NS200 കോളനി വണ്ടിയാണെന്ന് ട്രാക്ഷൻ 4 ചെയ്തിട്ടുണ്ട്. അതൊക്കെ 2-3 വർഷം അടുപ്പിച്ച് മുമ്പാണെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോഴും ഞാൻ വണ്ടി എടുക്കാൻ നേരത്തും ആ ഒരു സെയിം ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ NSലോട്ട് പോകാത്തത്. അപ്പോൾ ഞാൻ വണ്ടിയൊക്കെ എടുത്ത് കുറച്ചിലപ്പോൾ ഇതൊക്കെ പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പം ഈ ഒരു കുറച്ച് കമൻസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഒരു സംഭവം ഇപ്പോഴും ഉണ്ടെന്ന്. ഒരുപാട് മനസ്സിൽ അടിച്ചുറച്ചിരിക്കുന്ന ഒരു സംഭവമാണ് NS കോളനിയാണെന്നുള്ളത്. അത് മിക്കുള്ള കമൻറ്റ് ഇവിടുന്ന് കണ്ടു കാണും. ലൈസൻസും വണ്ടി പോലും ഇല്ലാത്ത കൊച്ചു കൊച്ചു പിള്ളേരായിരിക്കും ഇങ്ങനെ കമൻറ്റ് ഇടുന്നത്. അതിലേക്ക് സ്ട്രൈക്കിംഗ് ആയിട്ടും കുറച്ച് ദേഷ്യം വന്നൊരു കമൻറ്റാണ് SC ആൾക്കാർ, ലോവർ കാസ്റ്റ് ഒക്കെ ഇതായിരിക്കും ഇടുന്നത്. അവൻ എൻ്റെ ഇത് വയറൊക്കെ കാട്ടുള്ള ആ കമൻറ്റ് ഒന്ന് ഡിലീറ്റ് ആയി പോയി. ഞാൻ ഇതിലൊന്നും ഒരിക്കലും റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അങ്ങനെ ഒരു വിവേചനവും ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ അതെനിക്ക് ചെയ്തത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതായത് കൊച്ചിറക്കനാണ്. പിന്നെ എനിക്ക് അങ്ങനെയുള്ളവന്മാരെ കമൻറ്റും ലൈക്കും ഷെയറും ഈവൻ അവന്മാരെ സബ്സ്ക്രിപ്ഷൻ പോലും വേണ്ട. ഇതിന് മുമ്പ് ഇട്ട ലൈക്ക് ഉണ്ടെങ്കിൽ അവ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോക്കോ, എനിക്ക് അവനെ വേണ്ട. എൻ്റെ വീഡിയോ കാണണമെന്നും എനിക്ക് താല്പര്യമില്ല. ഈ വണ്ടിനെ കോളനി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ സഹിക്കാം, എങ്കിലും ഓണേഴ്സ് ചെറിയ രീതിക്ക് കട്ടാകും. പക്ഷേ ഈ ഒരു ലോവർ കാസ്റ്റും SC ആൾക്കാരൊക്കെ ഇനി വണ്ടി എടുക്കുന്നത് ആ ഒരു രീതിയിലോട്ടൊക്കെ ഈ സമൂഹം പോകുന്നത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. കൊച്ചിറക്കൻ്റെയൊക്കെ മനസ്സിൽ തന്നെ അപ്പോൾ എന്തുമാത്രം ഹേറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്നെ ഒന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അങ്ങനത്തെ ഉള്ളവരെ എനിക്ക് വേണ്ട. ഇത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോയേക്ക്. അപ്പോൾ അങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ടവരൊക്കെ എടുത്തു കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി ആയിരിക്കും ഇത്. കാരണം ഇതിന് പുതിയ വണ്ടിക്കും റേറ്റ് കുറവാണ്, റീസെയിൽ വാല്യൂ കുറവാണ്. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വണ്ടി എടുക്കുകയും ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവരൊക്കെ ഒരു 200cc വണ്ടി സ്പോർട്സ് ബൈക്ക് നോക്കുന്നെങ്കിൽ NS ഡയറക്റ്റ് പോകുന്നത്. ഒരു 200cc ഇതിലും കുറഞ്ഞ് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റിയ വേറെ വണ്ടിയില്ല. കാരണം ഇതിൻ്റെ ബ്രേക്ക് പാഡൊക്കെ തന്നെ തീർന്നെങ്കിൽ നിങ്ങൾക്ക് 250 രൂപയ്ക്ക് മാറ്റാം. ഓയിലൊക്കെ ആണെങ്കിൽ 576 രൂപയ്ക്ക് മാറ്റാം. അപ്പോൾ വില കുറഞ്ഞ സാധനങ്ങൾ മോശമാണെന്നുള്ളൊരു ഇത് എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഈവൻ ദോ അതല്ല, വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതിനെപ്പറ്റി ഇന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിക്കാം. ഈ ഒരു വണ്ടി പലവരും വണ്ടി എടുത്ത് അവരുടെ ഇഷ്ടത്തിനാണ് പണിയുന്നത്. അപ്പോൾ ചില പണിയൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ കണ്ടു കഴിഞ്ഞാൽ കോളനിയായിട്ടൊക്കെ തോന്നും. പക്ഷേ ഒരു വണ്ടി എടുത്ത് എങ്ങനെ പണിയുന്നത് അതിൻ്റെ ഓണറാണ് തീരുമാനിക്കുന്നത്. എങ്കിലും ഒരു ലിമിറ്റ് കഴിഞ്ഞ് പണിത് കഴിഞ്ഞാൽ അത് കോളനിയായിട്ട് തന്നെ മാറും. പക്ഷേ NS മാത്രമൊന്നുമല്ല, ഈവൻ ദോ V3 ആയാലും MT ആയാലും RC ആയാലും ഹിമാലയ ആയാലും ഡ്യൂക്ക് ആയാലും എല്ലാ വണ്ടിയും അതേപോലെ ഓരോരുത്തർ പണിത് വെച്ചിട്ടുണ്ട്. എന്നിട്ടും NSന് മാത്രം ഈ ചീത്തപ്പേര് വരേണ്ട കാരണം എന്തെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു RCയുടെ കാര്യം നിങ്ങൾ എടുക്കുക, KTM RCയുടെ കാര്യം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 5 RC ഉണ്ടെങ്കിൽ അതിൽ ഒരുത്തൻ ഉറപ്പായിട്ടും വണ്ടി കുറച്ച് കോളനിയായിട്ടൊക്കെ ആയിരിക്കും പണിത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈവൻ ദോ അതവരെ ഇഷ്ടമാണെങ്കിലും അവരെ ഓട്ടിപ്പോ അത്ര ശരിയായിരിക്കില്ല, കയ്യിരിപ്പ് ശരിയായിരിക്കില്ല, ഒഴുക്കത്തെ കഴപ്പ് കാണിച്ചായിരിക്കും ആ വണ്ടി ഓടിക്കുന്നത്. RCയുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം ലിക്വിമോളി 390 എന്ന് പറഞ്ഞ ഒരുത്തനെ കണ്ടാണ് അവൻ കാണിക്കുന്ന കഴപ്പിനും അവനെയൊക്കെ കോളനിയിൽ നിന്നും കണ്ണാപ്പിൽ നിന്നും തന്നെ വിളിക്കണം. അങ്ങനെയുള്ള ചിലവന്മാരെന്ന് പറഞ്ഞാൽ RCക്ക് പേര് വീഴാത്തിന് കാരണം ഇപ്പോൾ 5 RC ഉണ്ടെങ്കിൽ അവിടെ ഒരുത്തൻ എന്തായാലും മോശമായിട്ടായിരിക്കും വണ്ടി പണിതേക്കുന്നതും. അതൊക്കെ അവരെ ഇഷ്ടമാണ്. ഈവൻ ദോ അവരെ ഓട്ടിപ്പും കയ്യിരിപ്പും ശരിയായിരിക്കില്ല. ആ ഒരു 5 RC ഉള്ള സമയത്ത് NSന്റെ റീസെയിൽ വാല്യൂ മെയിൻ്റനൻസ് കുറച്ച് കുറവായിട്ട് ആ സമയത്ത് 20 NS കാണും. അപ്പം 5-ൽ ഒരാൾ മോശമായിട്ടാണ് വണ്ടി യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 20 വണ്ടികൾപ്പം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു 4-5 വരെയും മിനിമം കാണും. അപ്പോൾ ഈ ഒരു വണ്ടി അങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. പിന്നെ പണ്ടേ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ പറഞ്ഞവന് സ്പ്രെഡായി പോവും. ഈ ഒരു വണ്ടിയിൽ തന്നെ സെയിം എഞ്ചിനും സെയിം മെയിൻ്റനൻസ് കോസ്റ്റുമാണ് RSനും ഈവൻ ദോ എൻ്റെ ASനും വരുന്നത്. പക്ഷേ ASനും RSനും ആ ഒരു ചീത്ത പേര് വരാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. അവൈലബിലിറ്റി അല്ല, NS വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആദ്യം ഇറങ്ങിയത് NS ആണ് ഫസ്റ്റ് ജെൻ. അത് കഴിഞ്ഞ് പിന്നെ AS ഇറക്കി, AS പിന്നെ നിർത്തി പോകുന്നുണ്ട്. ASന്റെ അളവ് വളരെ കുറവാണ്. ഞാൻ ഇപ്പോൾ ഈ വണ്ടിയിൽ എന്തൊക്കെ ചെയ്താലും എന്നെ ഇതുവരെ ആരും കോളനിന്ന് ഒരുത്തം പോലും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഇനി ഈ വീഡിയോയിൽ വരോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. മോശമായിട്ട് പണിത് വെച്ചാൽ ASൽ ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അവൈലബിലിറ്റിയും അളവും കുറവാണ്. NS ഫസ്റ്റ് ഒരു ജെൻ ഇറക്കി, പിന്നെ AS ഇറക്കി, വീണ്ടും NS ഇറക്കി. അതുകൊണ്ട് തന്നെ NSന് ഒരുപാട് NSകൾ നമ്മളെ റോഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത്രയും പേരെ കയ്യിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വണ്ടിക്ക് ആൾക്കാർ കോളനി എന്ന് പറയുന്നത്. നമുക്ക് ഒരു കാരണവശാലും ഒരു വണ്ടീനെ മൊത്തത്തിൽ കോളനി എന്ന് ഒരിക്കലും പറയത്തില്ല. നിങ്ങൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ
നമ്മൾ മനുഷ്യരുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ നല്ലവർ കാണും, അഴുക്കവർ കാണും. 1-2 പേരുടെ ക്യാരക്ടർ വെച്ച് മൊത്തം മനുഷ്യരാശിയെയും വിലയിരുത്തുന്ന പോലെയാണ് 1-2 അല്ലെങ്കിൽ തുച്ഛമായ ബൈക്കുകൾ അതിൻ്റെ ഓണേഴ്സും കാണിക്കുന്നതിന് ഒരു ബൈക്കിനെ മൊത്തമായിട്ട് അടിച്ചമർത്തുന്നത്. കാരണം ഈ വണ്ടി ഓരോരുത്തർ കഷ്ടപ്പെട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അവരെ വണ്ടിയെ കാണുമ്പോൾ കോളനി കണ്ണാപ്പി എന്നൊക്കെ പറഞ്ഞ് തന്നെ അടി കിട്ടും. അവർക്ക് വരുന്ന ദേഷ്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ദേഷ്യമാണ്. നിങ്ങൾക്ക് ഇനി ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ വണ്ടിയിൽ തന്നെ എനിക്ക് ഓരോന്ന് പണിയകത്ത് പേടിയാണ്. ഇനി ആരെയും കോളനി കണ്ണാപ്പി എന്ന് പറയുന്നത് ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ വണ്ടി തന്നെ എക്സോസ്റ്റ് ഒക്കെ മാറ്റി വെച്ചിട്ട് ആവശ്യമില്ലാത്ത ഷോയും സ്കൂളിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ കിടന്ന് വണ്ടി പൊട്ടിക്കുന്നത് അങ്ങനെ കണ്ണാപ്പിത്തിലൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ കണ്ണാപ്പി തന്നെ പറയണം. അപ്പോൾ അത് ഒരിക്കലും ഒരു വണ്ടിയുടെ മൊത്തത്തിൽ അടിച്ചമർത്തുന്ന കാര്യമല്ല. അവരവർ ചെയ്യുന്നെങ്കിൽ ആ വണ്ടീനെ മാത്രം അല്ലെങ്കിൽ അതിൻ്റെ ഓണറിനെ പറഞ്ഞണം. ഒരിക്കലും ഒരു വണ്ടി കണ്ണാപ്പിയോ കോളനിയോ വാണമോ ആവുന്നില്ല. അതിൻ്റെ ഓണറാണ് അതിനെ അങ്ങനെ ആക്കുന്നത്. അപ്പോൾ ഓണറാണ് കണ്ണാപ്പി കോളനി എന്ന വിളിപ്പേരിനെല്ലാം അർഹൻ. ഈ വണ്ടിക്ക് കുറച്ച് പ്രത്യേകത ഉണ്ട്. മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാതെ കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ വണ്ടിയായാലും ഞാൻ ഇതിൻ്റെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്താണ്. അപ്പോൾ വേറെ വണ്ടിയൊക്കെ ഓടിച്ചൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരുത്തന്നെ പൊളിഞ്ഞ വണ്ടി ഞാൻ ഓടിച്ചപ്പോൾ ഭീകര പവർ ആയത്. വണ്ടിയിൽ മൊത്തം അടിയും ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ വണ്ടിയുടെ പ്രത്യേകിച്ച് അങ്ങനെ കോളനി അവിടെ ഇതിലൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ കോളനി നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. അത് പൈസ കുറഞ്ഞ ആൾക്കാരൊക്കെ എടുക്കുന്നതുകൊണ്ട് അത് മറ്റുള്ളവന്മാർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടും അവർ ഈ വണ്ടീനെ ഒന്ന് അടിച്ചമർത്താൻ നിലയിലേക്ക് നോക്കും. പിന്നെ അവൈലബിലിറ്റി കൂടുതലാണ്. അപ്പോൾ കാണിക്കുന്ന കുത്തിക്കഴപ്പുകളുടെ എണ്ണവും കൂടുതലാണ്. ഈ എസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവൈലബിലിറ്റി കുറവാണ്. അതുകൊണ്ട് കഴപ്പ് കാണിക്കുന്നവന്മാരും കോളനിയായിട്ട് പണിയുന്നവന്മാരും കുറവാണ്. അതുകൊണ്ടാണ് ഈ വണ്ടിക്ക് ആ പേര് വീഴാത്തത്. ഓണറൊക്കെ ഇതിൻ്റെ കോളനി എന്നൊക്കെ വിളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സ്പോട്ടിൽ അടി കിട്ടും. വില കുറവ് മാത്രമല്ല ഈ ഒരു വണ്ടിയിലോട്ട് കൊണ്ട് ഓരോരുത്തർ എത്തിക്കുന്നത്. കാരണം ഈ വണ്ടിയുടെ പവർ, മൈലേജ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ്. മൈലിൻ്റെ കാര്യം പറയുമ്പോൾ ചിലവരൊക്കെ V4 V3 MG എന്നൊക്കെ പറയും. അതിനൊരു 55 മൈൽ ഉണ്ടെങ്കിലും അത് തരുന്ന പവറല്ല ഈ ഒരു വണ്ടി തരുന്നത്. ഇത്രയും ഒരു പവർ വെച്ചിട്ടൊരു 35-40 ഈവണ്ടോ എൻ്റെ വണ്ടി തന്നെ ഹൈവേയിലേക്ക് കയറി എനിക്ക് 52 വരെ മൈലേജ് കിട്ടിയ ദിവസങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അത് ടെസ്റ്റും ചെയ്തിട്ടുണ്ട്. അതേപോലെ പല രീതിക്ക് മൈലേജ് കിട്ടുന്ന വണ്ടികളുണ്ട്. അപ്പോൾ V3ലും V4ലേക്ക് ആണെങ്കിൽ മൈലേജ് ഉണ്ട്. പക്ഷേ അതൊരു സർട്ടൻ RPM കഴിഞ്ഞ് കഴിഞ്ഞാലായിരിക്കും പവർ വരുന്നത്. പക്ഷേ ആ ഒരു പവർ ഈ ഒരു വണ്ടിയിൽ എപ്പോഴും ഉണ്ട്. ഇതിൻ്റെ ഈ ഒരു BS3 വണ്ടി എന്നൊക്കെ അതിൻ്റെ അപാര പവറാണ്. ആ ഒരു അല്ലറ പൊട്ടലും ചീറ്റലും വേറെ എന്തൊക്കെ സൗണ്ട് കൊണ്ട് ഓട്ടിക്കുമ്പോഴേ നിങ്ങൾക്ക് ഒരു രോമാഞ്ചം വരുന്ന രീതിക്കാണ്. അപ്പോൾ എൻ്റെ വണ്ടിയും ആ ഒരു സെയിം എഞ്ചിനും പവറൊക്കെയാണ് വരുന്നത്. ഞാൻ ഇപ്പോൾ സ്ഥിരം ഒട്ടിച്ച് എനിക്കത്ര പവറായിട്ട് തോന്നുന്നില്ല. എങ്കിലും ഞാൻ വണ്ടി എടുത്ത സമയത്ത് എൻ്റെ കയ്യിൽ നിൽക്കാത്തൊരു പവറാണ് ഈ വണ്ടി. ശരി ഓടിക്കുമ്പോൾ ഇനിയിപ്പോൾ 200 cc അല്ല 400 cc അല്ല 600 cc വണ്ടി എടുത്താലും കുറച്ച് ഓടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പവർ ഡ്രോപ്പായിട്ട് നിങ്ങൾക്ക് തോന്നും. ഞാൻ അതിനുശേഷം പോക്കറ്റ് ചേഞ്ച് ചെയ്തു. എന്നിട്ട് 2 ദിവസം പവർ ഉണ്ടായിരുന്നു. പിന്നെ അത് ഡ്രോപ്പായി. അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ വണ്ടി പണിയുന്നതിൽ ആരും കുറ്റമൊന്നും പറയുന്നില്ല. അവരവരുടെ പൈസ കൊടുത്ത് അവരവരുടെ വണ്ടി എങ്ങനെ പണിയണം എന്തൊക്കെ ചെയ്യണം എന്നുള്ള അവരെ ഇഷ്ടമാണ്. ഒരു ലിമിറ്റ് കഴിഞ്ഞ് പണിയുമ്പോഴാണ് ആൾക്കാർ കണ്ണാപ്പി കോളെന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ചിലവന്മാരുടെ ലൈറ്റൊക്കെ കയറുന്നതൊക്കെ ലിമിറ്റില്ലാതെ കയറ്റി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞാലും കണ്ണാപ്പിന്ന് കോളനിയിൽ നിന്ന് ആൾക്കാർ പറയും. ഞാൻ ഇപ്പോൾ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അത് ഞാൻ ആവശ്യമുള്ള സമയത്ത് ഇടാൻ പറ്റുമോ? ഞാൻ ഒന്ന് എടുത്ത് പറയണം. ഇനിയിപ്പോൾ എന്നെ കണ്ണാപ്പി കോളനി എന്ന് പറഞ്ഞാൽ ആരും വന്ന് എൻ്റെ പുറത്തൊരു ചാണ്ട. ഏസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് പേര് ഇതിൻ്റെ കാട്ടി മോശമായിട്ടൊക്കെ പണത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാം. എല്ലാ R1 ഓണേഴ്സും ശപ്രിയല്ല. അതേപോലെ എല്ലാ KTM ഓണേഴ്സും റോഡ് നിയമങ്ങൾ പാലിക്കാതിരിക്കുന്നില്ല. എല്ലാ ഹിമാലയൻ ഓണേഴ്സും അല്ലെങ്കിൽ റോയൽ എൻഫീൽഡ് ഓണേഴ്സ് അവരെ മെറ്റൽ ബോഡി വെച്ചിട്ട് KTMനെ കമ്പയർ ചെയ്യുന്നില്ല. എല്ലാ KTM ഓണേഴ്സും മെറ്റൽ എന്ന് പറഞ്ഞിട്ട് വേറെ വണ്ടികളെ കളിയാക്കുന്നില്ല. എല്ലാ RS ഓണേഴ്സും ഒരിക്കലും വണ്ടി അൺനെസറി ആയിട്ട് റിവ്യൂ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ബൈക്കല്ല കോളനി, ഉറപ്പായിട്ടും അതിൻ്റെ ഓണേഴ്സ്, അതും ചില ചുരുക്കം ആൾക്കാർ മാത്രം. പിന്നെ മെയിനായിട്ടുള്ള കാര്യം ഈ വണ്ടിയും ഇതിൻ്റെ ഓണറും കോളനിയല്ല. ഞാൻ വീഡിയോ ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ ചെറുക്കൻ കുറച്ച് അട്ടാനാണ് വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ചെറുക്കൻ ഇവിടെ സൈഡിൽ വിഷമം കൊണ്ട് നിൽപ്പുണ്ട്. പിന്നെ ഇതിലും ഒന്ന് കോളനി കണ്ണാപ്പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് വയറ് വീക്ക് കേട്ടുകൊണ്ടേ പോവും. അപ്പോൾ ഓരോ ബൈക്കും ചില ആൾക്കാരുടെ ലൈഫ് ടൈം ആയിട്ടുള്ള അവരെ ഏണിങ്സാണ്. അപ്പോൾ എല്ലാ ബൈക്കിനും റെസ്പെക്ട് ചെയ്യണം. ചിലവന്മാർ കാണിക്കുന്ന കടപ്പിന് അവന്മാർക്ക് മാത്രം കൊടുക്കുക. മൊത്തം വണ്ടികളെ ഒരിക്കലും അടിച്ചമർത്തരുത്. എല്ലാവരും ഞാൻ NS200 ഒരു കോളനി വണ്ടി നിട്ടുകൊണ്ട് എന്നെ വലിച്ചു ഓട്ടിക്കാനാണ് കയറി വന്നതെന്നറിയാം. അങ്ങനെ ഒരു തമ്മിലിട്ടാലേ നിങ്ങൾക്ക് കയറി വരണമെന്ന് എനിക്കറിയാം. ഞാൻ NS200 പവർ ബോംബാക്കം കിട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫാൻസും ഈവൻ ദോ എൻ്റെ ഹേറ്റേഴ്സ് പോലും കയറി വരില്ല. ഇപ്പം ഞാൻ ഇതൊരു കോളനി വണ്ടി എന്ന് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ യൂസ് എന്ന് വെച്ചാൽ ഈ വണ്ടിനെ ഇഷ്ടപ്പെടുന്നവർ കയറി എന്നെ വലിച്ചിട്ട് ഒട്ടിക്കാൻ വരും. അതേപോലെ തന്നെ ഇതിൻ്റെ ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവന്മാരും കയറി വരും ആ കോളനിയെല്ലാം അങ്ങനെ നോക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ കയറി നോക്കാൻ വേണ്ടി മാത്രം ഇട്ടത്, അല്ല ഈ വണ്ടി കോളനി വണ്ടിയൊന്നുമില്ല. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിലൂടെ ഇൻസ്റ്റൈഡിൽ കൂടെ ഒക്കെ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ വീടിൻ്റെ അതേപോലെ ഇറങ്ങിപ്പോൾ അത് പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് മേടിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ 2 വണ്ടി ചെറുക്കന്മാർ ഇവിടെ പോയിട്ട് പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.